ഹായ് ഹലോ, ഇത് ഡോണറ്റ്സ് ആണ്. നമുക്ക് റെസിപ്പി കണ്ടാലോ വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇത്. ഇൻഗ്രീഡിയൻസും ഉണ്ടാക്കുന്ന വിധവും കണ്ടാലോ. ആദ്യം തന്നെ നമുക്ക് ചൂട് പാലെടുക്കണേ. ഒരുപാട് ചൂട് വേണ്ട, നമ്മുടെ കൈയിട്ട പൊള്ളാത്ത രീതിയിലുള്ള ചൂട് പാല്. അതിനകത്തേക്ക് 1 സ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. അതിനകത്ത് പിന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാറ്റി വെക്കണേ, ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ആ പാലിൻ്റെ മിക്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അതൊന്ന് പൊങ്ങി വരാനായിട്ട്. പിന്നെ 2 കപ്പ് മൈദ എടുത്ത് അതിനകത്തേക്ക് ഉപ്പും നമ്മുടെ പാൽപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈസ്റ്റ് ഇങ്ങനെ പൊങ്ങി വരുവേ. അതിനുശേഷം നമ്മുടെ മൈദയും ഒരു മുട്ടയും എടുത്തിട്ടുണ്ട്. മുട്ടയും പാലിൻ്റെ മിക്സും എല്ലാം കൂടെ ആഡ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കൈവച്ച് കുഴച്ചെടുക്കാവേ. എനിക്കതിന് മടിയാണ്ട് ഞാനത് ബീറ്ററിനകത്തിട്ട് കുഴച്ചെടുക്കുകയാണ്. നല്ലതുപോലെ നമ്മൾ പൊറോട്ടയ്ക്ക് കുഴക്കുന്നത് അതിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് കുഴക്കണേ. എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ കൂടെ ആഡ് ചെയ്ത് ഒന്ന് ഉരുക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ കൈ കൊണ്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണേ. പിന്നെ ഈ മാവും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് പൊങ്ങി വരണേ. റെസ്റ്റ് ചെയ്യാനായിട്ട് നല്ലതുപോലെ ക്ലിംഗ് റാപ്പ് ചെയ്തോ എന്തെങ്കിലും അടപ്പ് വെച്ച് അടച്ചോ നല്ലപോലെ എയർ ടൈറ്റായിട്ട് വെക്കണേ. എന്നാലും നല്ലതുപോലെ പൊങ്ങി വന്നതിന് ശേഷം വീണ്ടും ഒന്ന് നമ്മൾ മൈദക്കകത്തിട്ടൊന്ന് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ പരത്തി എടുത്തിട്ട് ഒരു കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തത്. ഇത് രണ്ടാക്കി എടുത്തതാണ് ഞാൻ, കാരണം എനിക്ക് പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത് കാരണം ഞാൻ എടുത്ത് മാറ്റിയിട്ട് ഒരു ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ബട്ടർ പേപ്പർ ഇത് വെക്കാൻ വേണ്ടിയിട്ടാണ്, കട്ട് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് കട്ട് ചെയ്ത് ഞാനൊരു നമ്മുടെ കിണ്ണം പോലെ എന്താ പറയുക, ചെറിയ അടപ്പ് പാത്രം ഉണ്ടല്ലോ, അത് എടുത്തിട്ടാണ്, കറിപ്പാത്രം എടുത്തിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. പിന്നെ അത് വലിപ്പം കൂടുതലാണ്ട് ഞാൻ ചെറിയ കട്ടർ എടുത്ത്, എൻ്റെ കേക്കിൻ്റെ കട്ടറൊക്കെ എടുത്ത് വെച്ചാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. കട്ട് ചെയ്ത് വെച്ചിട്ടും പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുവേ. കാരണം ഇതൊന്ന് പൊങ്ങി വരണമല്ലോ, ഇതിൻ്റെ ഷേപ്പൊക്കെ ആയി വേണം, ഇതുപോലെ ആയി വരണേ. ഇതിലും കുറച്ചുകൂടെ പൊങ്ങുവേ. പിന്നെ ഞാൻ ഒരുപാട് സമയം പിടിച്ചില്ല. എന്നിട്ട് ഞാൻ ഇതുപോലെ എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ നല്ലതുപോലെ ആയി വരുവേ. പിന്നെ നമ്മുടെ ഗനാഷാണ് ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റ് എടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ചോക്ലേറ്റ് വെച്ച് ഉരുക്കി എടുക്കാവുന്നതേ ഉള്ളേ. അങ്ങനെ ഉരുക്കിയെടുത്ത് ഇതെല്ലാം ചോക്ലേറ്റ് മുക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഞാൻ പഞ്ചസാരക്കകത്ത് മുക്കിയെടുത്തത്. ചോക്ലേറ്റ് ഇല്ലാത്തവർക്ക് പഞ്ചസാരപ്പൊടി ഇട്ട് എടുക്കാവേ. പഞ്ചസാരപ്പൊടി ഇട്ട് വെക്കുന്നത് നല്ല ടേസ്റ്റാണേ. സമയത്ത് എൻ്റെ മക്കൾ ഇതുപോലെ കടയിൽ കാണുമ്പോഴത്തേക്ക് എനിക്ക് സ്വസ്ഥത തരത്തില്ലായിരുന്നു ഇത് മേടിച്ചു കൊടുക്കുക. ഒന്നാമത്തെ 40 അങ്ങനെ കണ്ട വില എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കടയിൽ കിട്ടുന്നതിനേക്കാളും നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ചൊന്നും മെനക്കെടണേ ഉള്ളൂ. ഒരു വലിയ സമയം ഒന്നും എടുക്കത്തൊന്നുമില്ല. ഈ മാവൊന്ന് പൊങ്ങി വരുന്ന പാട് മാത്രമേ ഉള്ളൂ. കുറച്ച് സമയം എടുക്കും ഒന്ന് പൊങ്ങി വരാനായിട്ട്. മക്കൾ ട്യൂഷന് പോയി, അതുകൊണ്ട് കഴിച്ച് കാണിക്കാൻ ആരുമില്ല. അപ്പം ഞാൻ തന്നെ കഴിച്ച് നോക്കി ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചേ. അടിപൊളിയായിരുന്നേ. കുറേ മറന്നു പോലെ പ്ലീസ് കേട്ടോ. താങ്ക് യു.